ഹർഷദ് മേത്ത ഒരു കാലത്ത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ കിരീടം വെക്കാത്ത ചക്രവർത്തിയായിരുന്നു അയാൾ. ദ ബിഗ് ബുൾ, സ്റ്റോക്ക് മാർക്കറ്റിലെ അമിതാഭ് ബച്ചൻ, അങ്ങനെ തുടങ്ങി ഒട്ടനവധി വിശേഷണങ്ങൾ ഉണ്ടായിരുന്നു അയാൾക്ക്. വെറും ഒരു സാധാരണക്കാരനായിരുന്ന ഹർഷദ് മേത്ത ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായി മാറിയത്. അതിനാലൊക്കെ തന്നെയും ഒരു കാലത്ത് ഇന്ത്യൻ യുവത്വത്തിന്റെ പോലും വലിയ മാതൃകയായിരുന്നു, വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു ഹർഷദ് മേത്ത. എന്നാൽ 1992 ഹർഷദ് നടത്തിയ ചില സ്കാമുകൾ പുറം ലോകം തിരിച്ചറിയുകയാണ്. 4000 കോടി രൂപയുടെ സ്കാമാണ് അയാൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്നത്തെ വാല്യൂ പ്രകാരം നോക്കുമ്പോൾ ഏറെക്കുറെ 25,000 കോടി രൂപക്ക് മുകളിൽ വരും. അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റ് സ്കാമുകളിൽ ഒന്നായിരുന്നു അത്. ലക്കി ഭാസ്കർ എന്ന സിനിമയിലെ പല കാര്യങ്ങളും ഹർഷദ് മേത്തയുടെ യഥാർത്ഥ കഥയുമായി നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ആ കഥകളിലേക്കാണ് ഞാൻ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. 1990കളുടെ തുടക്കത്തിലെല്ലാം തന്നെ ഒരു സെലിബ്രേറ്റഡ് ഹീറോ പരിവേഷമാണ് ഹർഷദ് മേത്ത എന്ന ആ ഗുജറാത്തുകാരൻ ഉണ്ടായിരുന്നത്. യുവാക്കൾക്കിടയിലെല്ലാം തന്നെ അയാൾ വലിയൊരു ഹരമായിരുന്നു. മാത്രമല്ല, ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ വ്യത്യസ്ത തരത്തിലുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ഏറ്റവും അവസാനം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്തി അവിടെ നിന്നുകൊണ്ട് വലിയ തോതിലുള്ള ലാഭം കൊയ്തുകൊണ്ട് ഇന്ത്യയിലെ ഒരു വലിയ പണക്കാരനായി, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായിട്ട് പോലും മാറി വരാൻ ഹർഷദ് മേത്ത എന്ന യുവാവിന് ഏതാനും കാലങ്ങൾ കൊണ്ട് സാധ്യമായിട്ടുണ്ടായിരുന്നു. അയാൾക്ക് അംബാനിയുടെ വീടിനോട് ചേർന്നുകൊണ്ട്, അംബാനിയുടെ വീടിനേക്കാൾ വലിയ ഏറെക്കുറെ 15,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള വലിയൊരു വീട് തന്നെ ഉണ്ടായിരുന്നു. ആ വീടിന്റെ കാർപോർച്ചിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ലെക്സസ് LS400 കിടന്നിട്ടുണ്ടായിരുന്നത്. മറ്റനേകം ലക്ഷറി വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പൂർണ്ണമായും ആഡംബരത്തിൽ ആറാടിയുള്ള ഒരു ജീവിതമായിരുന്നു ഹർഷദ് മേത്ത നയിച്ചിരുന്നത്. എന്നാൽ 1992 ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ആർട്ടിക്കിൾ വന്നതോടുകൂടെ അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായും താറുമാറായി പോയി. മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വലിയൊരു ക്രാഷിലേക്ക് നീങ്ങി. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്ക് സമ്പ്രദായത്തെ പൂർണ്ണമായിട്ടും ഈ ഒരു സ്കാം താറുമാറാക്കി. വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫൈനാൻഷ്യലി ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഒരൊറ്റ സ്കാം കാരണം മാത്രമായിട്ട് ഇന്ത്യയിൽ അരങ്ങേറുകയുണ്ടായി. ഒരുപാടധികം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് കോടികളുടെ, ആയിരങ്ങളുടെ, 10,000ങ്ങളുടെ നഷ്ടം ഈ ഒരൊറ്റ മനുഷ്യൻ കാരണം സംഭവിക്കുകയുണ്ടായി. എങ്ങനെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ തന്നെയും ചെയ്തത്? എങ്ങനെയാണ് പതിയെ ഘട്ടം ഘട്ടമായി അയാൾ വലിയൊരു പണക്കാരനായിട്ട് ഉയർന്നു വന്നത്? അതിനുശേഷം എന്തെല്ലാം സ്കാമുകളാണ് അയാൾ ചെയ്തത്? എങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചു വന്ന ഒരൊറ്റ ആർട്ടിക്കിൾ അയാളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും തകർത്തെറിഞ്ഞത്? ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെയാണ് വിശദമായ നിലയിൽ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ നമ്മൾ കടക്കുന്നില്ല. അതിന് പകരമായിട്ട് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ മൂവിയുമായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് ഏതായാലും മാറി വരികൂടെ ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെ തന്നെയാണ് നമുക്ക് ഹർഷദ് മേത്തയുടെ കഥ ആരംഭിക്കാം. 1954 ഗുജറാത്തിലാണ് ഹർഷദ് ശാന്തിലാൽ മേത്ത ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛനൊരു ടെക്സ്റ്റൈൽ ബിസിനസ്സുകാരനായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയും ഒരു ഇടത്തരം കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ചെറിയ പ്രായത്തിലൊക്കെ തന്നെയും അങ്ങനെ കൂടുതലൊന്നും പഠിക്കാൻ താല്പര്യമില്ലാത്ത, ക്രിക്കറ്റൊക്കെ കളിച്ച് നടക്കാൻ കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു ഹർഷദ് മേത്ത. എന്നാൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അയാൾ നേരെ ബോംബെയിലേക്ക് വണ്ടി കയറുന്നുണ്ട്. പിന്നീട് അവിടെ നിന്നാണ് അദ്ദേഹം തന്റെ BCom പഠനം പൂർത്തീകരിക്കുന്നത്. അങ്ങനെ 1976 അദ്ദേഹം BCom പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നുണ്ട്. അതിനുശേഷം വ്യത്യസ്ത മേഖലകളിലായിട്ട് വ്യത്യസ്ത ജോലികൾ അദ്ദേഹം പിന്നീട് വരുന്ന ചില വർഷങ്ങളിലൊക്കെ തന്നെയും ചെയ്യുന്നുണ്ട്. ഈ കൂട്ടത്തിൽ അയാൾ ഡയമണ്ട് വ്യാപാരത്തിന്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, സിമന്റ് വിൽപ്പനയിൽ ഭാഗമാകുന്നുണ്ട്. മാത്രമല്ല, ചെറിയ ചില സെയിൽസും മറ്റുമൊക്കെ ആയിട്ട് അദ്ദേഹം തന്റെ ഉപജീവന മാർഗം കണ്ടെത്തി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിലേക്ക് ജോലിക്കാരനായിട്ട് എത്തിച്ചേരുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കേൾക്കുന്നതും അതിൽ കൂടുതലായിട്ട് ആകൃഷ്ടനാകുന്നതൊക്കെ. അതോടുകൂടെ തന്നെ ആ ജോലി അദ്ദേഹം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു ബ്രോക്കറേജ് ഫേമിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നുണ്ട്. അവിടെ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ട് കൃത്യമായ നിലയിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച്, ബോംബെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കാര്യമായ നിലയിലുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. വ്യത്യസ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെയും പഠിച്ച് കൃത്യമായ നിലയിൽ തന്നെ അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 1984 ആകുമ്പോൾ തന്റെ 30ാമത്തെ വയസ്സിൽ ഹർഷദ് മേത്ത സ്വന്തമായിട്ടൊരു സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനി തന്നെ തുടങ്ങുകയാണ്. ഗ്രോമോ റിസർച്ച് ആൻഡ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി.
ഇതിലൂടെ അദ്ദേഹം പിന്നീട് അങ്ങോട്ട് BSEയിൽ അഥവാ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനൊക്കെ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ആളുകളുടെ കയ്യിൽ നിന്ന്, ക്ലയൻസിന്റെ കയ്യിൽ നിന്നും പണം മേടിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് കൂടെ BSEയിൽ അദ്ദേഹം ട്രേഡിങ്ങും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ തന്നെയായാലും 2 വർഷം അത്തരത്തിൽ മുന്നോട്ടേക്ക് കടന്നു പോവുകയാണ്. അപ്പോഴേക്ക് തന്നെ ഒരു റെപ്യൂട്ടഡ് ലെവലിലേക്ക് അദ്ദേഹത്തിന് തന്റെ കമ്പനിയെ എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള കോൺടാക്റ്റുകൾ ബിൽഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. നല്ലൊരു നെറ്റ്വർക്ക് തന്നെ മുംബൈയിലെ പ്രഗത്ഭരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഒരു സ്വല്പേറിയ ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം നേടിയെടുക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, കുറച്ചുകൂടെ വലിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊരു ചിന്ത അയാളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതിനുവേണ്ടി ചില ലൂപ്പ് ഹോൾസും മറ്റുമൊക്കെ നിരന്തരമായിട്ട് അയാൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് ചില കാര്യങ്ങൾ അയാളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൂടാ, സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രൈസ് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്തുകൂടാ എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് അയാൾ എത്തിച്ചേരുന്നുണ്ട്. അതായത് ചെറിയ വിലയുള്ള ഒരു കമ്പനിയുടെ ഒരു ഷെയർ നമ്മൾ മേടിക്കുക, കൂടുതലായിട്ട് നമ്മൾ അങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും ഈ ഒരു സ്റ്റോക്കിന് എന്തായാലും അവിടെ ഡിമാൻഡ് കൂടുന്നതായിരിക്കും. ആളുകൾ കൂടുതൽ അത് കണ്ടിട്ട് അത് പിന്നെയും വന്ന് മേടിക്കുന്നതായിരിക്കും. പതിയെ ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് കൂടി വരുന്നതായിരിക്കും. അതായത് 10 രൂപയുടെ ഒരു സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ 10 രൂപക്ക് മേടിച്ചു, പിന്നെ 11 രൂപക്ക് മേടിച്ചു, അങ്ങനെ പതിയെ ഗ്രാജുവലി നമ്മൾ അതങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാക്കി കാണുന്ന ആളുകളൊക്കെ വിചാരിക്കുന്നത് എന്തോ ആ കമ്പനിയിൽ സംഭവിക്കുന്നുണ്ട്, പതിയെ അതിന്റെ ഡിമാൻഡ് കൂടുന്നുണ്ട് എന്ന നിലയിലായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയും നല്ല ഗ്രോത്ത് ആ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് നൽകും എന്നൊരു പ്രതീക്ഷയോടുകൂടെ ആളുകളെല്ലാം തന്നെ ആ സ്റ്റോക്ക് മേടിക്കാനായിട്ട് മുന്നോട്ടേക്ക് വരും. പതിയെ ഡിമാൻഡ് കൂടുമ്പോൾ പിന്നെയും ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് കൂടി മുകളിലോട്ട് പോകും. അതായത് 10 രൂപ ഉണ്ടായിരുന്നത് പതിയെ കൂടിയിട്ട് 100ഉം 200ഉം അങ്ങനെ വലിയ തുകകളിലേക്കൊക്കെ പോകും. അപ്പോൾ നല്ല ഹൈ പ്രൈസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് ആ കമ്പനിയുടെ മുഴുവൻ ഷെയറുകളും വിറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ വലിയ ലാഭമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അതായത് 10 രൂപ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ മേടിച്ചു, 20 രൂപ ഉണ്ടാകുന്ന സമയത്ത് മേടിച്ചു, അങ്ങനെ പതിയെ ഗ്രാജുവലി ആ കമ്പനിയുടെ ഒരുപാടധികം ഷെയറുകൾ ഒരു 20 രൂപ ആവറേജ് പ്രൈസിൽ നമ്മൾ മേടിച്ചിട്ട് ഒരു 200 രൂപയാകുന്ന സമയത്ത് അത് മുഴുവനും വിറ്റ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 180 രൂപ ഓരോ ഷെയറിലും നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇതാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മാനിപ്പുലേഷൻ. നമ്മളായിട്ട് പമ്പ് ചെയ്യുക, എന്നിട്ട് ഉയർന്ന പ്രൈസ് എത്തുമ്പോൾ വിറ്റ് ഒഴിവാക്കുക. പക്ഷേ ഇങ്ങനെ ഒരു പമ്പിങ് നടത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഒരുപാടധികം പണം വേണം. അതായത് ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ 1 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം, 1 കോടി, 10 കോടി ഒന്നും പോരാ. 100 കണക്കിന് കോടി ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് മേടിച്ച് അതിന്റെ ഡിമാൻഡ് കൂട്ടിയിട്ട് വലിയ തോതിലേക്ക് അതിനെ പമ്പ് ചെയ്ത് കൊണ്ടുപോകാൻ, വലിയ തോതിൽ തന്നെ അതിന്റെ പ്രൈസ് കൂട്ടാനായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു കാരണവശാലും സാധാരണക്കാരായിട്ടുള്ള എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കാര്യം സാധ്യമല്ല. 100 കണക്കിന് കോടി അവിടെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരം ഒരു കാര്യം സാധ്യമാവുകയുള്ളൂ. ഹർഷത് മേത്തയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കാര്യം അയാൾക്കും പോസിബിൾ ആയിരുന്നില്ല. പക്ഷേ 100 കണക്കിന് കോടികൾ കയ്യിലുണ്ടായിരുന്ന ചിലരുണ്ടായിരുന്നു. അതെ, നമ്മുടെ രാജ്യത്തെ വ്യത്യസ്ത തരത്തിലുള്ള ബാങ്കുകൾ, അവിടെ കൃത്യമായ നിലയിൽ തന്നെയുള്ള ഒരു ലൂപ്പ് ഹോൾ, ഒരു സാധ്യത ഹർഷത് മേത്ത തിരിച്ചറിയുകയാണ്, അയാൾ കണ്ടെത്തുകയാണ്. 1990 മുമ്പൊക്കെ തന്നെയും ഇന്ത്യയിലെ ബാങ്കുകൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. പകരം അവരൊക്കെ തന്നെയും ഗവൺമെന്റിന്റെ ബോണ്ടുകൾ മേടിക്കുകയാണ് ചെയ്തിരുന്നത്. ഇനി എന്താണ് ഈ ഒരു ഗവൺമെന്റിന്റെ ബോണ്ടുകൾ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഗവൺമെന്റിന് ആവശ്യമുള്ള സമയത്ത് പണം അവരുടെ കയ്യിൽ കുറവുണ്ടാകുമ്പോൾ അവർ ബോണ്ടുകൾ എന്ന് പറയുന്ന ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാക്കിയിട്ട് അത് ആളുകൾക്ക് കൊടുക്കും. അപ്പൊ ഈ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ നേരെ വന്നിട്ട് ഈ ബോണ്ടുകൾ മേടിച്ചിട്ട് പണം നേരെ ഗവൺമെന്റിന് കയ്യിൽ കൊടുക്കും. ഈ ഒരു അവസരത്തിൽ ഗവൺമെന്റ് ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമുള്ള വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്യും. ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ബോണ്ട് ഉണ്ടാകും. അതിന് കൃത്യമായൊരു പലിശ ഗവൺമെന്റ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നൽകുകയും ചെയ്യും. മാത്രമല്ല ഗവൺമെന്റ് നൽകിയിട്ടുള്ള ഒരു സെക്യൂരിറ്റിയാണ് എന്നതുകൊണ്ട് തന്നെയും ആളുകൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള മടിയുമില്ല, എല്ലാവർക്കും ധൈര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബാങ്കുകൾ നിർബന്ധമായിട്ടും ഗവൺമെന്റ് ബോണ്ടുകൾ ഇത്രത്തോളം മേടിച്ചിരിക്കണം എന്നുള്ള ചില കണക്കുകൾ ഉണ്ടായിരുന്നു. അത് എല്ലാ ബാങ്കുകളും ഇത്രത്തോളം ബോണ്ടുകൾ മേടിച്ചിരിക്കണം, കീപ്പ് ചെയ്യണം എന്ന് പറയുന്ന നിലയിലായിരുന്നു ആ കാലത്ത് കാര്യങ്ങളൊക്കെ തന്നെയും പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു അവസരത്തിൽ ചില ബാങ്കുകളുടെ കയ്യിൽ ചിലപ്പോൾ കൂടുതൽ ബോണ്ടുകൾ ഉണ്ടാകും. മറ്റു ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവരുടെ കയ്യിൽ ബോണ്ടുകളുടെയും മറ്റൊക്കെ എണ്ണം വളരെയധികം കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് കൂടുതലുള്ള ബാങ്കിന്റെ കയ്യിൽ നിന്നും കുറവുള്ള ബാങ്ക് മേടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷെ ഈ ഒരു ട്രാൻസാക്ഷനുകൾ നടത്താനായിട്ട് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചോ മറ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതിന് പകരമായിട്ട് ഈ 2 ബാങ്കുകളുടെയും ഇടയിൽ ഉണ്ടായിരുന്നത് ഒരു ബ്രോക്കർ ആയിരുന്നു. അപ്പം ഏത് ബാങ്കിനാണോ ഈ ഒരു ബോണ്ടുകൾ വേണ്ടത് അവർ കൃത്യമായ നിലയിൽ തന്നെ ഈ ഒരു ബ്രോക്കറുടെ അക്കൗണ്ടിലേക്ക് പണം നൽകും.
ബ്രോക്കർ ഈ പണവുമായിട്ട് ബോണ്ടുകൾ കൂടുതലുള്ള ബാങ്കിനെ സമീപിച്ച് അവിടെ നിന്ന് നേരെ ഈ ഒരു ബോണ്ടുകൾ മേടിച്ചിട്ട് ആവശ്യമുള്ള ബാങ്കിന് കൊടുക്കും. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു വിഹിതം, ചെറിയൊരു കമ്മീഷൻ ബ്രോക്കറും എടുക്കും. അപ്പൊ ഈ ഒരു രീതിയിലാണ് മൊത്തത്തിൽ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷനുകളും മറ്റുമൊക്കെ തന്നെ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് കൃത്യമായ നിലയിൽ ഹർഷത് മേത്ത തന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് വരുന്നത്, ഒരു ബ്രോക്കറായിട്ട് ബാങ്കുകളുടെ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. പക്ഷെ ഹർഷത് മേത്ത ചെയ്തൊരു കാര്യം, ബോണ്ടുകൾ മേടിക്കാൻ നിൽക്കുന്ന ബാങ്കുകളുടെ കയ്യിൽ നിന്നും പണം നേരെ തന്റെ അക്കൗണ്ടിലേക്ക് മേടിക്കും. അതുപോലെ തന്നെ മറുഭാഗത്ത് നിന്ന് വിൽക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ബാങ്കിന്റെ കയ്യിൽ നിന്ന് ബോണ്ടും മേടിക്കും. അതിനുശേഷം ഇത് രണ്ടും പരസ്പരം കൈമാറുന്നതിന് പകരമായിട്ട് അദ്ദേഹം കയ്യിലുള്ള ഈ ഒരു പണം, അതായത് 100 കണക്കിന് കോടി രൂപ നേരെ കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഏതെങ്കിലും ചില കമ്പനികളായിട്ട്. അതും ഇത്തരത്തിൽ വലിയ തുകയാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നൊരു കാരണം കൊണ്ട് തന്നെ, അത് പ്രത്യേകിച്ച് ചെറിയ സ്റ്റോക്കുകളൊക്കെ തിരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ പതിയെ പതിയെ അത് ഗ്രാജുവലി ഇൻവെസ്റ്റ് ചെയ്ത് അയാൾ അതിന്റെ പ്രൈസ് വലിയ തോതിൽ തന്നെ ഉയർത്തുന്നതായിരിക്കും, വലിയ തോതിൽ പമ്പ് ചെയ്യുന്നതായിരിക്കും. പ്രൈസ് നല്ല രീതിയിൽ കൂടിക്കഴിഞ്ഞാൽ അയാൾ പെട്ടെന്ന് വെച്ചുകൊണ്ട് തന്നെ തന്റെ ഷെയറുകളെല്ലാം തന്നെ വിറ്റ് ഒഴിവാക്കിയിട്ട് അതിൽ നിന്നുള്ള വരുമാനം നേരെ എടുക്കുന്നതായിരിക്കും. എന്നിട്ട് പ്രോഫിറ്റ് കയ്യിൽ വെച്ചുകൊണ്ട് ബാക്കിയുള്ള ഒരു എമൗണ്ട് പൂർണ്ണമായിട്ടും എടുത്തിട്ട് ആരുടെ കയ്യിൽ നിന്നാണോ, ഏത് ബാങ്കിന്റെ കയ്യിൽ നിന്നാണോ ബോണ്ട് മേടിച്ചിട്ടുള്ളത് അവർക്ക് നേരെ കൊടുത്തിട്ട് അവരുടെ ഇടപാട് പൂർണ്ണമായിട്ടും അയാൾ സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം ആകെ കൂടെ ഹർഷത് മേത്ത ഇവിടെ ചെയ്ത ഒരേ ഒരു കാര്യം, ഇടനിലക്കാരനായിട്ട് നിന്നും അതിൽ നിന്നും കിട്ടിയിട്ടുള്ള എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, അവിടെ വലിയ തോതിൽ തന്നെ പമ്പ് ചെയ്തു, വലിയ ലാഭം അവിടെ ഉണ്ടാക്കി. ആ ലാഭത്തിൽ നിന്ന് നേരെ എടുത്തുകൊണ്ട് രണ്ടുപേരെയും ഒരുപോലെ തന്നെ സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇതിലൂടെ വലിയ തോതിലുള്ള ലാഭം തന്നെ ഹർഷത് മേത്തക്ക് നേടാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വെറും 200 രൂപയുണ്ടായിരുന്ന ACCയുടെ ഷെയർസ് ഇതുപോലെ തന്നെ അദ്ദേഹം മേടിച്ചു കൂട്ടുകയുണ്ടായി. ഒരുപാടധികം പണം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ACCയുടെ ഷെയറുകൾ ഇത്തരത്തിൽ തന്നെ പമ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അത് ഏറ്റവും അവസാനം അദ്ദേഹത്തിന് 9,000 രൂപയിലേക്ക് എത്തിക്കാനും അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഷെയറുകൾ പൂർണ്ണമായിട്ടും വിറ്റൊഴിവാക്കാനും സാധിക്കുകയുണ്ടായി. അതായത് ഒരൊറ്റ ഷെയറിൽ തന്നെ അദ്ദേഹത്തിന്റെ ലാഭം ഉണ്ടായിരുന്നത് 8,800 രൂപയാണ്. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നതാകട്ടെ 100 കണക്കിന് കോടി രൂപയാണ്. അപ്പോൾ ഈ ഒരൊറ്റ പ്രക്രിയയിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ ലാഭം എത്രത്തോളം ആയിരിക്കും എന്ന കാര്യത്തെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഹർഷത് മേത്ത എന്ന ഒരു മിഡിൽ ക്ലാസ് മാൻ ഇത്തരത്തിൽ വലിയ തോതിൽ പണക്കാരനായത് എന്നൊരു കാര്യത്തെ കുറിച്ച് കൃത്യമായ നിലയിൽ തന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ ഒരുപാടധികം പണം അദ്ദേഹം സമ്പാദിച്ചു കൂട്ടിയെങ്കിലും അതിന്റെ ഭാഗമായിട്ട് വ്യത്യസ്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എങ്കിൽ കൂടെയും അദ്ദേഹം പിന്നെയും മറ്റു പല തലങ്ങളിലേക്കും ഉയരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇനിയും കൂടുതലായി എന്ത് ചെയ്യാമെന്ന കാര്യത്തെക്കുറിച്ച് അയാൾ പഠിച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം 1-2 ബാങ്കുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് ചെയ്തിരുന്ന ഈ ഒരു പ്രവൃത്തി കൂടുതൽ ബാങ്കുകളിലേക്ക് വ്യാപിപ്പിക്കാൻ ആരംഭിക്കുകയാണ്. കൂടുതൽ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് ബോണ്ടുകൾ മേടിക്കും. അത് മേടിക്കാൻ ആവശ്യമായിട്ടുള്ള പണം മറ്റു ബാങ്കുകളുടെ കയ്യിൽ നിന്ന് നേരെ കളക്ട് ചെയ്യും. ഇത് നേരെ കൊണ്ടുവന്നിട്ട് നേരെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടും. അപ്പോൾ ആരെങ്കിലും ഒക്കെ ചോദിക്കുന്ന അവസരത്തിൽ ഈ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് നേരെ മറ്റേ ബാങ്കിലേക്ക് ഇടും, അവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് ഇടും. അങ്ങനെ സാധാരണ രീതിയിൽ നമ്മളൊക്കെ തന്നെ പലപ്പോഴും ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നൊക്കെ തന്നെയും ചില തിരിമറികളൊക്കെ ചെയ്യാറില്ല. അതേ രീതിയിൽ തന്നെ ഈ ബാങ്കുകളിൽ നിന്ന് പണം എടുത്തുകൊണ്ട് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്തിട്ടുള്ള രീതിയിലൊക്കെ തന്നെയും അദ്ദേഹം മുന്നോട്ടേക്ക് പോകാൻ ആരംഭിക്കുകയാണ്. ഇതിനൊക്കെ ഭാഗമായിട്ട് പിന്നെയും അദ്ദേഹത്തിന്റെ സമ്പത്ത് കുമിഞ്ഞുകൂടാൻ ആരംഭിക്കുകയാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ വലിയ തോതിൽ തന്നെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറി വരുന്നുണ്ട്. ദ ബിഗ് ബുൾ എന്നൊരു പേര് പോലും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് മില്യൺ കണക്കിന് രൂപ അദ്ദേഹത്തിന് സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല വ്യത്യസ്ത മാധ്യമങ്ങളൊക്കെ തന്നെയും അദ്ദേഹത്തെ കുറിച്ച് പുകഴ്ത്തി എഴുതാൻ ആരംഭിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് പല മാധ്യമങ്ങളുടെയും മുഖചിത്രമായിട്ട് പോലും, പല മാഗസിനുകളുടെ, ബിസിനസ് മാഗസിനുകളുടെ മുഖചിത്രമായിട്ട് പോലും, ഫ്രണ്ട് പേജ് ആയിട്ട് പോലും അദ്ദേഹത്തിന്റെ ഫോട്ടോകളും മറ്റൊക്കെ മാറി വരുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് പോലും അദ്ദേഹം ഉയർന്നു വരുന്നുണ്ട്. ഒരു സാധാരണക്കാരൻ വലിയ പണക്കാരനാകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഹരമായിട്ട് അദ്ദേഹം മാറി വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഹർഷത് മേത്ത പിന്നെയും ചിന്തിക്കുകയാണ്, കുറച്ചുകൂടെ സമ്പാദിക്കണം, കുറച്ചുകൂടെ നെക്സ്റ്റ് ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, ഈ ബാങ്കുകളിൽ നിന്നൊക്കെ തന്നെയും അദ്ദേഹം ഈ ബോണ്ടുകൾ അല്ലെങ്കിൽ അവിടെ നിന്നും ഇതിന്റെ ഗ്യാരണ്ടി ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്ന ബാങ്ക് റെസിപ്റ്റ്, ആ റെസിപ്റ്റുകൾ എന്തിന്റെ ബാങ്കിന്റെ കയ്യിൽ നിന്ന് പോയിട്ട് മേടിക്കണം, അതിന് പകരമായിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഓരോ ബാങ്ക് റെസിപ്റ്റ് ഈ ബാങ്കുകളുടെ പേരിൽ വ്യാജമായിട്ട് നിർമ്മിച്ചൂടെ,
ഇത്തരം ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ 2 ചെറിയ ബാങ്കുകൾ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. മെട്രോപൊളിറ്റൻ കോർപ്പറേറ്റീവ് ബാങ്കും അതുപോലെ തന്നെ ബാങ്ക് ഓഫ് കരട്. ഈ 2 ബാങ്കുകളാണ് ഇത്തരത്തിൽ വ്യാജമായിട്ട് ഈ ബാങ്ക് റെസിപ്റ്റുകൾ നിർമ്മിക്കുന്നതിൽ ഹർഷത് മേത്തയെ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും പിന്നീട് അങ്ങോട്ട് ഈ ബാങ്കുകൾക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെയും ഫേക്ക് ആയിട്ടുള്ള ബാങ്ക് റെസിപ്റ്റ് അദ്ദേഹം നിർമ്മിക്കുന്നുണ്ട്. ഈ ബാങ്ക് റെസിപ്റ്റുകൾ, ഫേക്ക് ആയിട്ടുള്ള ബാങ്ക് റെസിപ്റ്റുകൾ ആവശ്യമുള്ള ബാങ്കിന് നൽകിക്കൊണ്ട് അവിടെ നിന്നും 100 കണക്കിന് കോടി രൂപ അദ്ദേഹം കരസ്ഥമാക്കുന്നുണ്ട്. അതൊക്കെ തന്നെയും അദ്ദേഹം നേരെ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നൊക്കെ തന്നെയും വലിയ തോതിൽ തന്നെ അദ്ദേഹം ലാഭം കൊയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ ബാങ്കിങ് ശൃംഖലയെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിനെയും പൂർണ്ണമായിട്ടും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവിടെ വ്യത്യസ്ത പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു അയാൾ തന്റെ സ്വന്തം ലാഭത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള വലിയൊരു സ്കാം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള വളർച്ച എല്ലാവരിലും വലിയ തോതിൽ തന്നെയുള്ള ആശ്ചര്യം തന്നെയാണ് ജനിപ്പിക്കുന്നത്. എന്നാൽ ചില ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു വളർച്ചയുടെ പുറകിലുള്ള കൃത്യമായിട്ടുള്ള കാരണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു സുജിത ദലാൽ എന്ന് പറയുന്ന ടൈംസ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്തിരുന്ന ജേർണലിസ്റ്റും. അവർ കൃത്യമായ നിലയിൽ തന്നെ ഹർഷത് മേത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. വ്യത്യസ്ത ബാങ്കുകളിലൊക്കെ പോയിട്ട്, പ്രത്യേകിച്ച് SBI പോലുള്ള ബാങ്കുകളിലൊക്കെ പോയിട്ട് കൃത്യമായ നിലയിൽ തന്നെ അവർ ഹർഷത് മേത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഹർഷത് മേത്തയുടെ സ്കാമിനെ കുറിച്ച് കൃത്യമായ നിലയിൽ തന്നെ പഠിക്കുകയാണ്. അതിനെല്ലാം ശേഷം 1992 ഏപ്രിൽ മാസത്തിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെയും ഹർഷത് മേത്തയുടെ ഈ സ്കാമിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെയും ചേർത്ത് വെച്ചുകൊണ്ട് അവർ കൃത്യമായ റിപ്പോർട്ട് കൂടെ പുറത്തുവിടുകയുണ്ടായി. ഹർഷത് മേത്ത എന്ന ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ അമിതാഭ് ബച്ചൻ എന്നറിയപ്പെട്ടിരുന്ന ആ വ്യക്തിയുടെ പതനം അവിടെ മുതൽക്കാണ് ആരംഭിക്കുന്നത്. ഇത്തരം ഒരു കാര്യം അറിഞ്ഞതോട് കൂടിയിട്ട് വലിയ തോതിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആവാൻ ആരംഭിക്കുകയാണ്. വലിയ തുകയുണ്ടായിരുന്ന സ്റ്റോക്ക് പ്രൈസുകളൊക്കെ തന്നെയും ആളുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്കൊക്കെ തന്നെയും മനസ്സിലായി ഈ ഹർഷത് മേത്ത വലിയ തോതിൽ ഈ സ്റ്റോക്ക് പ്രൈസുകളൊക്കെ തന്നെയും പമ്പ് ചെയ്ത് കയറ്റിയിട്ടുള്ളതാണ്. ഇതൊക്കെ തന്നെയും ഓവർ വാല്യൂഡ് ആണ്, ഓവർ പ്രൈസ്ഡ് ആണ്. അതുകൊണ്ടൊക്കെ തന്നെയും ആളുകൾ തങ്ങളുടെ കയ്യിലുള്ള ഷെയറുകളൊക്കെ തന്നെയും വിറ്റഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഹർഷത് മേത്തയുടെ കൈകളിലുണ്ടായിരുന്ന വ്യത്യസ്ത കമ്പനികളുടെ ഷെയറുകളും വലിയ തോതിൽ തന്നെ കുത്തനെ ഇടിയാൻ ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ തോതിലുള്ള നഷ്ടം തന്നെ ഈ ഒരു അവസരങ്ങളിൽ സംഭവിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഇതേ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ സ്കാമിനെ കുറിച്ച് അറിഞ്ഞ ബാങ്കുകളൊക്കെ തന്നെയും ഹർഷത് മേത്തയെ സമീപിച്ചുകൊണ്ട് തങ്ങളുടെ പണം തിരിച്ചു ചോദിക്കുന്നത്. പക്ഷേ ഹർഷത് മേത്തയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ പണമൊക്കെ തന്നെയും ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലാണ് കൊണ്ടുചെന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ അയാൾക്ക് വലിയ തോതിലുള്ള നഷ്ടം സംഭവിച്ചു എന്നൊരു കാര്യം കൊണ്ട് തന്നെ തിരിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പണം ഹർഷത് മേത്തയുടെ കൈകളിൽ ഉണ്ടായിരുന്നില്ല. അതോടുകൂടെ എല്ലാം ഒരു ക്രൈസിസ് ലെവലിലേക്ക് പോലും മാറി വരുന്നുണ്ട്. ബാങ്കിങ് സമ്പ്രദായത്തെ പോലും പൂർണ്ണമായിട്ടും താറുമാറാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളൊക്കെ തന്നെയും എത്തിച്ചേരുന്നുണ്ട്. ഇതിന്റെ ഒക്കെ ഭാഗമായിട്ട് അന്ന് 600 സിവിൽ കേസുകളും 70ഓളം ക്രിമിനൽ കേസുകളും ഹർഷത് മേത്തയുടെ മേൽ ചാർത്തപ്പെടുന്നുണ്ട്. 1992 നവംബർ മാസത്തിൽ CBI അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. നീണ്ട ഒരുപാട് വർഷക്കാലം അദ്ദേഹം വിചാരണ നേരിടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സമ്പത്തൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും ഗവൺമെന്റ് കണ്ടുകിട്ടുന്നുണ്ട്. എന്നൊക്കെ തന്നെയായാലും രാജ്യം കണ്ട ഏറ്റവും വലിയൊരു സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം തന്നെയായിരുന്നു 1992 അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. വർഷങ്ങൾ പിന്നെയും കടന്നു പോവുകയാണ്. ഏറെക്കുറെ 9 വർഷക്കാലങ്ങളോളം ഹർഷത് മേത്ത ജയിൽവാസം അനുഭവിക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ തന്റെ 47ാമത്തെ വയസ്സിൽ 2001 ഡിസംബർ 31 ജയിലിൽ വെച്ചുകൊണ്ട് തന്നെ കാർഡിയാക് അറസ്റ്റ് വന്നുകൊണ്ട് ഹർഷത് മേത്ത എന്ന മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ബാങ്കിങ് സമ്പ്രദായത്തിലെ വലിയൊരു വിള്ളൽ അല്ലെങ്കിൽ വലിയൊരു ലൂപ്പ് ഹോൾ കൃത്യമായി ഹർഷത് മേത്ത കണ്ടെത്തുകയും അതിനെ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. അതിനും അപ്പുറത്തേക്ക് അത്യാഗ്രഹം കൂടിക്കൂടി വന്നപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഫേക്ക് ബാങ്ക് റെസിപ്റ്റുകൾ അദ്ദേഹം നിർമ്മിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് തന്നെയാണ് എല്ലാം അദ്ദേഹത്തിന്റെ കൈവിട്ടു പോകാൻ ആരംഭിച്ചത്. അത്യാഗ്രഹം ആപത്താണ് എന്ന കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ ഹർഷത് മേത്തയുടെ സ്റ്റോറിയും നമ്മളോട് ഉണർത്തുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഹർഷത് മേത്തയുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ സ്കാം പുറത്തു കൊണ്ടുവന്ന സുജിത ദലാൽ എന്ന ധീര വനിതയ്ക്ക് പിന്നീട് രാജ്യം പത്മശ്രീ
പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തു. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോസ് വേണ്ടിയാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. കുറച്ചധികം ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസും മറ്റൊക്കെ വരുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക് ഉള്ളത്. അത് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സിമ്പിൾ ആക്കിയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ തന്നെയും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ഭാഗങ്ങൾ ഒന്നുകൂടെ കേട്ട് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഹർഷത് മേത്ത നടത്തിയിട്ടുള്ള ഈ ഒരു സ്കാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളും തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ